roses, welcome to my channel. ഞാനിന്ന് ചെയ്യുന്നത് ഒരു ന്യൂ ഇയർ മേക്കപ്പ് ലുക്ക് ആണ്. അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിച്ചു നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്ന്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് റെഗുലറായിട്ട് വീഡിയോ കാണുമായിരുന്നു, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മോയ്സ്ചറൈസേഷന് വേണ്ടിയിട്ടും ജസ്റ്റ് ഒരു ബേസിന് മേക്കപ്പിൻ്റെ ബേസിന് വേണ്ടിയിട്ടും അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ലിപ് ബാമിന് വേണ്ടി vlcc ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഒരു ടിൻറ്റഡ് ലിപ് ബാമാണിത്. ആദ്യം നമുക്ക് മേക്കപ്പിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഫൗണ്ടേഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മെ 95 primer+matte പെർഫെക്റ്റ് കവർ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ്റെ വിയർ ടെസ്റ്റും റിവ്യൂ ഞാൻ ഇതിനു മുമ്പ് ഈ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഈ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ വീഴും. കാരണം ഇതൊരു ലിക്വിഡ് ഫൗണ്ടേഷൻ ആയതുകൊണ്ടും സ്പാച്ചുല വെച്ചിട്ടല്ലേ എടുക്കുന്നത്, പമ്പല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ വീണു പോകും. ഞാൻ എന്നിട്ട് ഈ ഫൗണ്ടേഷൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. നമ്മൾ ആക്നെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ എൻ്റെ ആക്നെയൊക്കെ സബ്സൈഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. ഈ ഫൗണ്ടേഷൻ മീഡിയം ടു ബിൽഡബിൾ കവറേജ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഞാൻ ഫുൾ കവറേജ് വേണ്ടാത്തത് കൊണ്ടാണ് ഇത് അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാത്തത്, ഒരു കോട്ടിൽ നടത്തുന്നത്. അടുത്തത് വേണ്ടത് കോമ്പാക്റ്റ് ആണ്. ഈ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലിൻ്റെ കോമ്പാക്റ്റ് ആണ്. മെബിലിൻ ന്യൂയോർക്കിൻ്റെ വൈറ്റ് സൂപ്പർഫ്രഷ് കോമ്പാക്റ്റ് ഇൻ ദ ഷെയ്ഡ് മാർബിൾ. ഇതിൻ്റെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കോണ്ടൂർ ചെയ്യാൻ യൂസ് ചെയ്യും. ഞാൻ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാണ്ട് ഐബ്രോ കിറ്റ് യൂസ് ചെയ്യുന്നതിന് കാരണം ഞാൻ എൻ്റെ ഐബ്രോ ഷേപ്പ് ചെയ്യാറില്ല. എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഐബ്രോയിലാണ് ഞാൻ ഇത് ഫില്ല് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ഷേപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഐബ്രോ പെൻസിലിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഐബ്രോ കിറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ബ്രഷ് കൊണ്ട് കോംബ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഞാൻ ഇതിൽ തന്നെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്ത് നോസ് ഒന്ന് കോണ്ടൂർ ചെയ്യുന്നത്. ജസ്റ്റ് ഈ ചീക്ക് ബോണിൻ്റെ അവിടെയും കോണ്ടൂർ ചെയ്യുന്നുണ്ട്.
ഞാൻ സിമ്പിളായിട്ടൊരു ഗ്ലിറ്ററി ഐ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ ബ്രൗൺ ഷെയ്ഡ് എടുത്ത് ഒരല്പം എടുത്ത് ക്രീസിലൊന്ന് അപ്ലൈ ചെയ്യുവാണ്. ദെൻ ഈ ഷെയ്ഡ് എടുത്ത് ഞാൻ ഐലിഡ്സിൽ അപ്ലൈ ചെയ്യുവാണ്. ദെൻ ഞാൻ ലാക്മെയുടെ ഇൻസ്റ്റാ ലൈനർ ഐലൈനർ അപ്ലൈ ചെയ്യുന്നു. ലിപ്സ്റ്റിക്കിനും ബ്ലഷിനും വേണ്ടി ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഗോൾഡൻ ഷിമ്മറി ഷെയ്ഡ് എടുത്താണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലോറിയൽ പാരീസിന്റെ ഇൻഫാലിബിൾ റേഞ്ചിലെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. പുതുതായിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ബൈ ബൈ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.